ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം വിജയം കൈവരിച്ച നമ്മുടെ ഡേവിഡ് സാൻഡേഴ്സിനെ കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ലഭിക്കാനായി ഈ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക. അദ്ദേഹം ഈ ഒരു പേരിൽ പറഞ്ഞ പല ആളുകൾക്കും അറിയണ്ടാവില്ല. ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി തന്റെ അവസാന ശ്രമം എന്നുള്ള രീതിയിലാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഇദ്ദേഹം ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ പല ആൾക്കും അറിയാൻ പറ്റും. KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഈ ഒരു ചിക്കന്റെ ഫുൾ ഫോം. തന്റെ കയ്യിൽ അവശേഷിച്ചിരുന്ന $99 കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് പരാജയങ്ങളുടെ ഒരു വഴിയിലൂടെ ഇദ്ദേഹം കടന്നു വന്നത്. ഇദ്ദേഹം എങ്ങനെ ഈ ഒരു ആശയത്തിലേക്ക് എത്തി, ഇദ്ദേഹം ആരായിരുന്നു എന്നെല്ലാം ഞാൻ നിങ്ങളുമായി ഇന്നിവിടെ പങ്കുവയ്ക്കാം. 1890 അമേരിക്കയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. തന്റെ 5ാമത്തെ വയസ്സിൽ തന്നെ ഇദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൊടും ദാരിദ്ര്യത്തിലായിരുന്നു ഈ കുടുംബം പിന്നീട് കഴിഞ്ഞുപോയത്. തന്റെ 16ാമത്തെ വയസ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതം ഇദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നു. തന്റെ 17ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വിവാഹിതനായി. എന്നാൽ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 3 വർഷത്തിനപ്പുറം ഈ ഒരു ദാമ്പത്യ ജീവിതം നീണ്ടുപോയില്ല. ഭാര്യ വിവാഹമോചനത്തിന് ഏർപ്പെട്ടു. പിന്നീട് 2 വർഷത്തിലധികം ഇദ്ദേഹം റെയിൽവേയിൽ കൽക്കരി നിറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. എന്നാൽ ഈ ജോലിയും തികച്ചും പരാജയമായിരുന്നു. പിന്നീട് ഇദ്ദേഹം കുറച്ചു കാലം അമേരിക്കയിലെ ആർമിയിൽ ജോലി ചെയ്തു. എന്നാൽ അവിടുന്നും ഇദ്ദേഹം പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇദ്ദേഹം ഒരു ഹോട്ടലിൽ ക്ലീനറായി ജോലി ചെയ്തു. അവിടുന്ന് കുറച്ചു കാലങ്ങൾക്കപ്പുറം ഇദ്ദേഹത്തിന് ആ ജോലി പ്രൊമോഷൻ ലഭിച്ചു. അങ്ങനെ ഇദ്ദേഹം ഒരു സപ്ലയറായി മാറി. അവിടുന്ന് അങ്ങോട്ട് കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ഇദ്ദേഹം കിച്ചണിൽ പോയി അദ്ദേഹത്തിന് അറിയാവുന്ന ചിക്കന്റെ പല ഐറ്റംസുകളും ഇദ്ദേഹം പരീക്ഷിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. തന്റെ 65ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ആ ഹോട്ടലിൽ നിന്നും റിട്ടയർ ആവേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം ഇദ്ദേഹത്തിനെ ഇവിടെ നിർത്തിയാൽ പിന്നീട് അത് ആ ഹോട്ടലുകാർക്ക് ഒരു ബാധ്യത ആവുമെന്നുള്ളൊരു കാരണത്താൽ അദ്ദേഹത്തിനെ അവിടുന്ന് അവർ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ അവിടുന്ന് റിട്ടയർമെന്റിൽ പിരിഞ്ഞു കിട്ടിയ $99 മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ അവശേഷിച്ചത്. ഈ ഒരു പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ചിന്ത ഇദ്ദേഹത്തിന്റെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരു മരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായി അദ്ദേഹം ഒരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് പക്ഷേ ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ പേടിയായിരുന്നു. അങ്ങനെ ആ ഒരു മരച്ചോട്ടിലിരുന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതം അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു. പക്ഷേ ആ ഒരു ചിന്തകളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പരാജയങ്ങളുടെ ഒരു വലിയൊരു നിര തന്നെയായിരുന്നു. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തോഷമേറിയ ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയിലൂടെ കടന്നുപോയത്. അത് മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹം ആ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ഫ്രീ കിട്ടുന്ന സമയത്ത് അദ്ദേഹം ചിക്കനിൽ പല വെറൈറ്റികളും പരീക്ഷിച്ച സമയത്ത് അത് കഴിച്ച അവിടുത്തെ സഹപ്രവർത്തകർ ആ ഒരു ചിക്കനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. തന്റെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ആ ഒരു സന്തോഷ നിമിഷമാണ് അദ്ദേഹം ഓർത്തെടുത്തത്. അങ്ങനെ അദ്ദേഹം തന്റെ കയ്യിലുള്ള $99 ഉപയോഗിച്ച് ഒരു തട്ടുകട തുടങ്ങാം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തി. അങ്ങനെ തന്റെ 65ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ആ $99 ചിലവഴിച്ച് $99 നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അദ്ദേഹം ഒരു തട്ടുകട ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു തട്ടുകട പക്ഷേ വിചാരിച്ചതുപോലെ ഫലം കണ്ടില്ല. തീർച്ചയായും പരാജയമായിരുന്നു. ആ ഒരു തട്ടുകട ഇദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ തോറ്റു കൊടുക്കാൻ അദ്ദേഹം അവിടെയും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് വീടാന്തരങ്ങൾ കൊണ്ടുപോയി വിൽക്കാൻ ഇദ്ദേഹം ഒരുങ്ങുകയാണ്. പക്ഷേ ഈ ഒരു ചിക്കൻ കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ ഇതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഈ ഒരു ചിക്കൻ മോശമായ ഒരു ചിക്കനാണ്, ഇതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് തികച്ചും ഗുണനിലവാരമില്ലാത്തൊരു ചിക്കൻ ആണെന്നായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. അങ്ങനെ ഇത് വാങ്ങാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രചോദനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചിക്കൻ ഒരു തവണ കഴിച്ച ആളുകൾ പിന്നീട് അത് വീണ്ടും വീണ്ടും കഴിക്കാനായി അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത്രയും ഒരു ടേസ്റ്റുള്ള രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇദ്ദേഹം അതിൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നത്, ഈ ഒരു ചിക്കൻ എന്തുകൊണ്ട് എനിക്ക് റെസ്റ്റോറന്റുകൾ വഴി സെയിൽ ചെയ്തുകൂടാ. അങ്ങനെ അദ്ദേഹം ഈ ഒരു ചിക്കൻ റെസ്റ്റോറന്റുകളിൽ വഴി വിൽക്കാൻ വേണ്ടിയിട്ട് പല റെസ്റ്റോറന്റുകളിലും ഇദ്ദേഹം കയറിറങ്ങി. അങ്ങനെ 1009 റെസ്റ്റോറന്റുകളിൽ ഇദ്ദേഹം കയറിറങ്ങി. പക്ഷേ ഈ ഒരു ചിക്കൻ വിൽക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. അങ്ങനെ അവസാനം ചില നിബന്ധനകളോടുകൂടി ഈ ഒരു ചിക്കൻ വിൽക്കാമെന്ന് ഒരു റെസ്റ്റോറന്റ് ഉടമ സമ്മതിച്ചു. ആ ഒരു നിബന്ധന എന്തായിരുന്നു വെച്ചാൽ, ഈ ചിക്കൻ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് പണം നൽകുള്ളൂ എന്നതായിരുന്നു ആ ഒരു നിബന്ധന. പക്ഷെ കൂടുതൽ ആലോചിക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. കാരണം കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തുകയും അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. അങ്ങനെ തന്റെ സുഹൃത്തുക്കളിൽ നിന്നും ഇദ്ദേഹം $85 കടം വാങ്ങി. പല ആളുകളിൽ നിന്നും $85 കടം വാങ്ങിയിട്ട് ഇദ്ദേഹം ഈ ഒരു ചിക്കൻ റെസ്റ്റോറന്റിൽ കൊടുക്കാനുള്ള സംരംഭം ആരംഭിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ഇദ്ദേഹം ചിക്കൻ ഫ്രൈ ചെയ്ത് റെസ്റ്റോറന്റുകളിൽ കൊണ്ടുപോയി കൊടുത്തു. ഇദ്ദേഹം രാത്രിയാവുന്ന സമയത്ത് തന്നെ ആ ഒരു പൈസ കളക്ട് ചെയ്തു. പക്ഷേ
ബാക്കി വരുന്ന ചിക്കൻ, ഒരുപാട് ചിക്കൻ അപ്പോഴും ബാക്കി വന്നിരുന്നു. ഈ ബാക്കി വരുന്ന ചിക്കൻ ആരും അറിയാതെ ഇദ്ദേഹം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ബാക്കി വരുന്ന ചിക്കന്റെ അളവ് പതിയെ പതിയെ കുറഞ്ഞു വന്നു. അദ്ദേഹത്തിന്റെ ചിക്കന് ഡിമാൻഡുകൾ കൂടിക്കൂടി വന്നു. ഇത് കഴിച്ച ആളുകൾ വീണ്ടും ആ ഒരു കടയിൽ ഈ ഒരു ചിക്കന് വേണ്ടി വീണ്ടും അവിടെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ സാൻഡേഴ്സിന്റെ ചിക്കൻ അമേരിക്കയിൽ ഒന്നടങ്കം ഫേമസ് ആവാൻ തുടങ്ങി. പുതിയ ഒരുപാട് റെസ്റ്റോറന്റ് ഉടമകൾ തങ്ങളുടെ ഈ ചിക്കൻ ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാൻഡേഴ്സിനെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയിലെ കെൻഡക്കി ആസ്ഥാനമാക്കി ഇദ്ദേഹം ഈ ഒരു ചിക്കന്റെ വിൽപ്പന വിപുലമായി തന്നെ ആരംഭിച്ചു. അങ്ങനെയാണ് ഈ ഒരു ചിക്കന് KFC, അതായത് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ഒരു വിജയ കഥ തന്നെയായിരുന്നു. രാജ്യങ്ങളും കടന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചിക്കന്റെ വിൽപ്പന നടന്നുകൊണ്ടേയിരുന്നു. ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഈ ഒരു KFCക്ക് ഉണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിന്നും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഈ ഒരു നിലയിലേക്ക് എത്തിയത്. തന്റെ 90ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ലോകത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇദ്ദേഹം ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണെന്നോ നിങ്ങളുടെ പ്രായം എന്താണെന്നോ ഇതൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ഒരു തടസ്സമല്ല എന്ന് ഇദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നഷ്ടപ്പെട്ടതിനോർത്ത് ജീവിതം കളയാതിരിക്കുക. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പകർത്തിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും വിജയങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. ഇദ്ദേഹത്തിനെ പോലെ മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയം, നിങ്ങൾക്ക് മനസ്സിൽ എന്ത് ചെയ്യാനാണോ താല്പര്യം, ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. തീർച്ചയായും ഒരു ദിവസം വിജയം നിങ്ങളെയും തേടി വരും. ഇത് ഇദ്ദേഹത്തിന്റെ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ 60ാമത്തെ വയസ്സിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതും ലോക അറിയപ്പെടുന്ന രാജ്യങ്ങൾ കടന്ന് ഈ ഒരു KFC എന്ന് പറഞ്ഞ ഒരു സംരംഭം പടർന്ന് പന്തലിക്കുന്നതും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യമോ ഒന്നും ഒരു വിഷയമല്ല എന്ന് ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത അനുഭവത്തിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മടിച്ചു നിൽക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന ആശയങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ തളർത്താനുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ചെവി കൊടുക്കാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതം ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ് ഫാസിൽ.